തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് പ്രതികാര നടപടി. സ്കൂളിലെത്താൻ വൈകിയെന്നാരോപിച്ച് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തുകയും വൈകി വന്നതിനാൽ വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിച്ചുവെന്നാണ് 5ാം ക്ലാസ്സുകാരന്റെ പരാതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ലെക്ചേഴ്സിനെ വിട്ട് 2 റൗണ്ട് മൊത്തം ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ 4 പ്രാവശ്യം ഈ മാസം ലേറ്റ് ആയിട്ടുണ്ട്. ഈ മാസം ലേറ്റ് ആയത് കാരണം എന്നെ ഒന്നുമില്ലെങ്കിൽ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ പാരന്റ്സ് ഒന്നും തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓരോ മുറിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അവിടെ ഇരുന്ന് പഠിച്ചോളാൻ പറയും. വേറെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തൂല, എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തൂല പറഞ്ഞു. ഞാൻ ആദ്യം ഒറ്റക്കൊരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് അവിടെ അധികം ഇരുട്ടാരംഭിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഒരു മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ഇവിടുത്തെ പ്രിൻസിപ്പൾ വന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഒക്കെ ഇട്ടാണ്. ലൈറ്റ് ഇട്ട് വന്നിട്ട് ഫോണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ പോയിരിക്കാൻ പറഞ്ഞു. ആ ക്ലാസ്സിൽ 2 ടീച്ചർമാർ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ടീച്ചർ പോയി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിന്റെ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ PT സാറ് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് എന്റെ പാരന്റ്സ് വിളിക്കാൻ വന്നിട്ടുണ്ടോ. എന്റെ വീട് പടമുകൾ വരുമ്പോ മെട്രോന്റെ പണി നടക്കാറും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ അടുത്തൊരു ചെറിയ വഴിയായതാണ് ഇവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗമായി അതിന്റെ ഡയറക്ടർ ബോർഡിൽ പെടുന്ന ആളുകൾ നമ്മളോടും പൊതുപ്രവർത്തകരോടും ഇവരെ പാരന്റ്സിനോടും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ കൊച്ചിവിടെ തുടർന്ന് പഠിക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത് നിലവിൽ. രണ്ടാമത്തെ കാര്യം, നേരത്തെ കുട്ടിക്കുണ്ടായ ദുരനുഭവത്തിൽ മാനേജ്മെന്റ് നടപടിയെടുക്കാൻ തയ്യാറാണ്. അതിന് ലിഖിതമായ ഒരു പരാതി പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് മാത്രമാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുള്ളത്. ആ പരാതി ലഭിച്ചാൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതിന്റെ പേരിൽ ഞങ്ങൾ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ പാരന്റ്സ് ഉത്തരവാദിത്തപ്പെട്ടവര് മാനേജ്മെന്റിന് പരാതി നൽകിയിട്ടുണ്ട്. മേൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനം. മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ട്, കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അദ്ദേഹം വളരെ ദാഷ്ട്യത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ കാരണം. അടക്കമുള്ള ആളുകൾ ആ നിലയിലാണ് കുട്ടീനോട് പെരുമാറിയത് എന്നുള്ളതാണ്. കുട്ടീനെ ഇരുട്ടുമുറിയിലടക്കം മാറ്റി നിർത്തി, അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്തി പാരന്റ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പൊ ആ കുട്ടിക്കുണ്ടായ മാനസികാവസ്ഥ അത് ചോദിക്കാൻ വന്ന പാരന്റ്സിനോട് ഇവരുടെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, ഇതെല്ലാം ഈ നിലയിൽ പ്രശ്നം എന്നുള്ളതാണ്. ഇവിടെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം അടക്കം ഇവിടെ പൊതുപ്രവർത്തകരടക്കം SFI അടക്കം മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ അടക്കം ഇടപെട്ടപ്പോഴും നമ്മളുള്ള ആ നിലയിലുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് ഇതിലേക്ക് നല്ല നിലയ്ക്കകത്തോളം മെന്റൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ കുട്ടിയുടെ പാരന്റ്സിന്, അതായത് 3 ദിവസത്തിൽ കൂടുതൽ കുട്ടി വൈകി വന്നതിന്റെ പേരിലാണ് ഈ ശിക്ഷാ നടപടി കുട്ടിക്കെതിരെ സ്വീകരിച്ചത് എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ് വൈകി വന്ന കുട്ടിയുടെ പാരന്റ്സിനെ അറിയിക്കുന്നതിന് മുമ്പ് മുഴുവൻ ശിക്ഷ അവർ നടപ്പിലാക്കി കഴിഞ്ഞു. അതായത് കുട്ടിയെ 2 റൗണ്ട് ഓടിച്ചു, പിന്നെ ആ മുറി കൊണ്ട് ഇരുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പാരന്റ്സിനെ അറിയിക്കുകയും ഇവിടുന്ന് TC മേടിച്ച് കൊണ്ടുപോകണം എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൽ ഒരു പെർസെന്റേജ് ന്യായം മാനേജ്മെന്റ് കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നത്. ആ സമരത്തിൽ അവർ നടപടിയെടുക്കാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ വെച്ച് തൽക്കാലത്തേക്ക് ഈ നിയമം ഇത്തരത്തിൽ, ഈ സ്കൂളിന്റെ നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത മാനേജ്മെന്റ് സ്റ്റാഫിനെതിരെ ആരൊക്കെയാണോ ഉത്തരവാദി അവർക്കെതിരെ PTA വിളിച്ചുകൊണ്ട് മാനേജ്മെന്റ് നടപടി എടുക്കാമെന്നും ആ നടപടി പരസ്യമായി കുട്ടിയുടെ പാരന്റ്സിനെ അറിയിക്കാമെന്നും അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് നടപടിയും സ്വീകരിച്ചോളാനാണ് മാനേജ്മെന്റ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ ആദ്യം ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും ഇപ്പോ ഒരു കുഴപ്പമില്ല, ഇവിടെ എത്ര നാൾ വേണമെങ്കിലും പഠിപ്പിക്കാം, വേണമെങ്കിൽ ഇപ്പൊ ഫീസും ഇല്ലാതെ പഠിപ്പിക്കാന്നുള്ള നിലക്കാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അത്രയും ക്രൂരമായ കുട്ടിയോട് പെരുമാറി എന്നുള്ളതിന്റെ തെളിവാണത്. തുടർന്ന് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. കുട്ടിയെ TC തന്ന് പറഞ്ഞുവിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞെന്നും രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. വൈകി വന്നാൽ വെയിലത്ത് ഓടിക്കുമെന്ന് പറഞ്ഞു. മാനേജ്മെന്റിന്റെ സ്കൂൾ ബസ് വൈകിയെത്തിയാലും കുഴപ്പമില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. വിഷയത്തിൽ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തി. രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമായി തർക്കം രൂക്ഷമായി. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധവുമായി SFI, KSU അടക്കമുള്ള സംഘടനകളും സ്കൂളിലെത്തിയിട്ടുണ്ട്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.